പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി എന്ന കണ്ടെത്തലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യൂട്യൂബറാണ് ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്ര. ജ്യോതി മൽഹോത്ര ഒരു ട്രാവൽ ബ്ലോഗറാണ്. രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ സഞ്ചരിച്ചുകൊണ്ട് വിവിധ സ്ഥലങ്ങളെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. ട്രാവൽ വിത്ത് ജോ എന്ന പേരിലാണ് അവർക്കൊരു യൂട്യൂബ് ചാനലുള്ളത്. ആ യൂട്യൂബ് ചാനലിന് 4 ലക്ഷത്തോളം കാഴ്ചക്കാർ വ്യൂവേഴ്സ് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇവർ 2 or 3 തവണ പാകിസ്ഥാനിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവിടെ പോയതിൻ്റെ യാത്രാ വിവരണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോയും അവരുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവർ ഈ പാകിസ്ഥാനിൽ 2003 മറ്റോ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നു. അവിടെ പാക് ഹൈ കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഡാനിഷ് എന്ന മറ്റുമാണ് പേര്. ഡാനിഷുമായി അടുത്ത ബന്ധം പുലർത്തുകയും അതിന് പിന്നാലെ പാക് ചാര സംഘടനയ്ക്ക് അവർ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ച്, തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ചാര സംഘടനയ്ക്ക് നൽകി എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും 6ഓളം പേർ ഇതിനോടകം ഈ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി എന്നതിൻ്റെ പേരിൽ ഇവിടെ പിടിയിലായിട്ടുണ്ട്. അവരിൽ ഏറ്റവും ഒടുവിൽ പിടിയിലായിട്ടുള്ള ഒരാളാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത്. ജ്യോതി മൽഹോത്ര കേരളത്തിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയതിൻ്റെ വീഡിയോകൾ അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിഷാദ്, ഈ ജ്യോതി മൽഹോത്രയെ പോലെ നിരവധി പേർ നമ്മുടെ രാജ്യത്തിനകത്ത് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ജ്യോതി മൽഹോത്രയുടെ കേസിൽ ഇപ്പോൾ അവർ ആസൂത്രിതമായും വളരെ ബോധപൂർവമായും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയോ, രാജ്യത്തെ ഒറ്റുകൊടുക്കുക, ഇന്ത്യയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ വളരെ ഡെലിബറേറ്റായിട്ട് പ്രവർത്തിച്ചോ എന്ന കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും വേണം. ഇപ്പോൾ അവരുടെ പ്രവൃത്തി പാകിസ്ഥാന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അപ്പോൾ അതിനകത്ത് എന്താണ് ശരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശരിയായ കാര്യം എന്നത് ഇനിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ട പശ്ചാത്തലം എന്ന് പറയുന്നത് സവിശേഷമായ പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു മിലിറ്ററി കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഈ സമയത്ത് ആഭ്യന്തരമായി തന്നെയും ചില ആൾക്കാരെ മതപരമായ വെറുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് വകഞ്ഞു മാറ്റി നിർത്തി പാകിസ്ഥാൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രതിനിധികൾ എന്ന പേരിൽ അകത്തും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇത്. നമുക്കറിയാവുന്ന പോലെ നമുക്ക് ഇപ്പോഴത്തെയും സമീപ ചരിത്രത്തിലെയും ഒക്കെ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ പാകിസ്ഥാന് ഗുണപരമാകുന്ന തരത്തിൽ വിവരങ്ങൾ കൈമാറിയിട്ടുള്ള ഒരുപാട് പേരെ നമ്മുടെ ഏജൻസികൾ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിക്കുന്ന ഒരു ആഖ്യാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ കേസിൽ പിടിക്കപ്പെടുന്ന ആളുകളെല്ലാവരും ആരായിരിക്കണം? മുസ്ലിങ്ങളായിരിക്കണം. കാരണം പാകിസ്ഥാൻ ഒരു മുസ്ലിം സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റേറ്റാണ്. അതിനോട് ഇവിടുത്തെ ആളുകൾക്ക് ഇപ്പോഴും ഭയങ്കരമായ പ്രതിപത്തിയുണ്ട്. നമ്മുടെ ഷോയുടെ താഴെ പോലും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീതം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വീതം നേരത്തെ തന്നില്ലേ, അതിൻ്റെ കൂടെ പോയിക്കോട്ടെ. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളാകമാനം പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് മതപരമായ ഒരു പ്രതിബദ്ധത വെച്ച് പുലർത്തുന്നു. ആ രാജ്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിൻ്റെ ഭാഗമായി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്നു എന്നൊരു നെഗറ്റീവ് ഇവിടെ സംഘപരിവാരം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംഘപരിവാരത്തിൻ്റെ ആളുകളെല്ലാവരും അങ്ങേയറ്റത്തെ രാജ്യസ്നേഹികളും രാഷ്ട്രം ഉത്തരോത്തരം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും രാജ്യത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും കാത്തുസൂക്ഷിക്കുന്നവരാണ് എന്നാണ് ആ നെഗറ്റീവ് എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ സമീപകാലത്തിലെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പിടിക്കപ്പെട്ടവരിൽ നല്ല ശതമാനം ആളുകളും, നല്ല ശതമാനം ഞാൻ പറയുന്നത് 50% എബോ ആൾക്കാരാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനെ മതപരമായി വിഭജിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു തെറ്റായ പ്രചാരണത്തിൻ്റെ കാലത്ത് എടുത്തു കാണേണ്ട ഒരു കാര്യം, നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളാണ് പിടിക്കപ്പെടുന്നവരിൽ നല്ല ശതമാനം ആളുകളും. എന്ന് വെച്ചാൽ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, പാകിസ്ഥാനെ വിവരങ്ങൾ ചോർത്താൻ അവർ ആളുകളെ ഇങ്ങനെ പിക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇവിടെ നിന്ന് എല്ലാ വിഭാഗം ആൾക്കാരെയും കിട്ടുന്നുണ്ട്. അല്ലാതെ മുസ്ലിങ്ങളെ എടുത്തേക്കാം, മുസ്ലിങ്ങൾക്കാവുമ്പോൾ പാകിസ്ഥാനോട് മതപരമായ ഒരു സ്നേഹം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മാത്രമല്ല അവർ പിക്ക് ചെയ്യുന്നത്, അവർക്ക് അതിനേക്കാൾ ഈസി ആയിട്ട് മറ്റ് പല ആൾക്കാരെയും കിട്ടുന്നുണ്ട്. അത് ചിലപ്പോൾ ഹണി ട്രാപ്പ് ആവാം, വേറെ തരത്തിലുള്ള പൈസ കൊടുത്തുള്ള ട്രാപ്പുകളാവാം, സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിൻ്റെ പേരിലാവാം, ഈ ഇന്ത്യ തകരണം എന്ന ആഗ്രഹത്തിൻ്റെ പേരിൽ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ പാകിസ്ഥാൻ ചാരന്മാരെ വേണമല്ലോ അല്ലെങ്കിൽ ഒറ്റുകാരെ വേണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ പറന്നിറങ്ങുമ്പോൾ എല്ലാ വിഭാഗം ആൾക്കാരെയും ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ സമീപകാലത്തെ കേസുകളുടെ ഹിസ്റ്ററി എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യം. ഗുരുതരമായ തരത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പലതും ചോർത്തി കൊടുക്കുന്നവരിലുള്ള ആളുകൾ എല്ലാ മതക്കാരിലും പെട്ടവരാണ്. ChatGPT പറയുന്നത് 49% ആൾക്കാർ നോൺ മുസ്ലിംസ് ആണ്. ബാക്കിയുള്ളവരാണ് സിഖ്, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവരും കൂടി ബാക്കിയുള്ളവരേ ഉള്ളൂ. അപ്പോൾ ഈ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, നമ്മളതിനെ വീണ്ടും ഞാൻ പറയണം, മതം പറഞ്ഞ് വിഭജിക്കാൻ പാടില്ല. കാരണം അത്തരം ക്രൈം ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ നെഗറ്റീവിൻ്റെ അടുത്ത് ആലോചിക്കണം. കാരണം എന്താണ്, ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മിലിറ്ററി കോൺഫ്ലിക്റ്റിൻ്റെ ഇടയ്ക്ക് നമ്മൾ കാണേണ്ട കാര്യം, ഇന്ത്യയിൽ വ്യാപകമായ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ പാസ്പോർട്ടുള്ള ആളുകളെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഉത്തരവിറക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ വാദികളായ ആളുകളുണ്ടല്ലോ, അവരെ എപ്പോൾ പുറത്താക്കുമെന്ന് ചോദിച്ച് വ്യാപകമായ തോതിൽ പ്രചരണം നടന്നു.
പല ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. പാകിസ്ഥാൻ വാദികളായ ആളുകൾ, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പുറത്താക്കണം. കാരണം എന്താണ്, അകത്തുകൂടി ആഭ്യന്തരമായ ഒരു മതശത്രുവിനെ നിലനിർത്തിക്കൊണ്ടല്ലാതെ ഈ രാജ്യസ്നേഹം ഇവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യം ശത്രുവിന് മേൽ എന്തോ വിജയം നേടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നം, അവർക്കത് ആഘോഷിക്കണമെങ്കിൽ ആര് വേണം? ആ രാജ്യത്തിൻ്റെ, അതായത് നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ പ്രതിനിധി എന്ന് അവർ വിചാരിക്കുന്ന, അവർ ചാപ്പയടിക്കുന്ന നമ്മുടെ അകത്തുള്ള ഒരാൾ വേണം. ഇല്ലെങ്കിൽ ഈ ആഘോഷത്തിനൊരു തരിപ്പ് കിട്ടാതെ വരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം മതപരമായ ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസധാരയാണ് പ്രശ്നം. അതുകൊണ്ട് അതിനെ മൊത്തം പുറത്താക്കണമെന്ന് വലിയ ക്യാമ്പയിൻ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾക്കെതിരെ വലിയ അറ്റാക്ക് നടന്നു, കശ്മീരികൾക്കെതിരെ വലിയ ആക്രമണം നടന്നു, ഭയങ്കരമായ ഹേറ്റ് ക്യാമ്പയിൻസ് നടന്നു. കേരളത്തിലടക്കം എല്ലായിടത്തും നമ്മൾ കണ്ടാണ് ഭയങ്കരമായി. നമുക്കറിയാലോ, നമ്മുടെ സഹോദരനായ ഒരു യുവാവിനെ മംഗലാപുരത്ത് ഹിന്ദുത്വ ആൾക്കൂട്ടം തല്ലിക്കൊന്നു. എന്താണ്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഭാഗം. നമ്മൾ ഇടയ്ക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്. മതം പറഞ്ഞ് ഇവിടെ ഒരുപാട് പേരെ അല്ലാതെയും തല്ലിക്കൊന്നുണ്ട്. ഒരു ട്രെയിനിൽ കയറി 3 പേരെ വെടിവെച്ചു കൊന്ന ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കഥ നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്നതാണ്. മുസ്ലിമാണെന്ന് ചോദിക്കുന്ന വെടിവെക്കുന്നു, യോഗിയും മോദിയും അംഗീകരിച്ചില്ലെങ്കിൽ നിനക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല, നീയൊക്കെ ഒറ്റുകാരാണെന്ന് പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരിൽ ഹിന്ദുക്കൾ ആകമാനം തീവ്രവാദികളാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല, പക്ഷേ മറ്റേതിൽ പറയും. അപ്പോൾ അങ്ങനൊരു പരിതസ്ഥിതിയിലാണ് ഈ സംഗതിയെ കാണേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയും നമ്മൾ ഈ ഒറ്റുകാരുടെ കഥ എടുക്കുമ്പോൾ പിന്നെയും മറന്നു പോകാൻ പാടുള്ള ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസത്തോടെ സംസാരിച്ചത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഓഫീസറുണ്ട്. ഗാലൻട്രി മെഡൽ മേടിച്ചിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. കശ്മീരിലെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരുന്നിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അയാളെ ഒരു ദിവസം പോലീസിൻ്റെ റെയ്ഡിൽ ഭീകരവാദികൾക്കൊപ്പം പിടിക്കുകയാണ്. ജനുവരിയിൽ ഭീകരവാദികൾക്കൊപ്പം പിടിക്കുന്നു. പിടിച്ചിട്ട് അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് സംശയം, പലതരത്തിലുള്ള സംശയം, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ബോംബ് വയ്ക്കാനുള്ള പദ്ധതിയുമായി പോകുന്നതാണെന്ന് സംശയം പോലും അതേക്കുറിച്ചുണ്ടായിരുന്നു. അയാളെ കോടതിയിൽ ഹാജരാക്കുന്നു, അയാളെ റിമാൻഡ് ചെയ്യുന്നു. 90 ദിവസത്തിനകത്ത് ഇവിടുത്തെ ഏജൻസി കുറ്റപത്രം കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അയാൾക്ക് ജാമ്യം കിട്ടുന്നു. പിന്നെയും അയാളെ വേറെ കേസുകൾ കസ്റ്റഡിയിലെടുക്കുകയും ഇപ്പോൾ കസ്റ്റഡിയിലാണുള്ളത്. സോ ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആരായിരുന്നു? അയാൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഇപ്പം അഫ്സൽ ഗുരു തന്നെ പറയുന്നുണ്ട്, ചില തീവ്രവാദികളുമായി ഡൽഹിയിലേക്ക് പോകാൻ ദേവീന്ദർ സിംഗ് എന്നെ നിർബന്ധിച്ചിരുന്നു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു ഉദ്യോഗസ്ഥൻ, നമ്മൾ പല തവണയോട് സംസാരിച്ചു, ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനൊരു ഉദ്യോഗസ്ഥൻ എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിച്ചു, ഏതൊക്കെ തീവ്രവാദികളുമായി ബന്ധമുണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ പ്ലാൻ എന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അയാളിപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് വ്യക്തതയുള്ള വിവരങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇത് കാണേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം ഇന്ത്യയെ ഒറ്റുകൊടുക്കാൻ നടക്കുകയാണെന്നുള്ള സിദ്ധാന്തത്തിൻ്റെ അടിവേരളക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെന്നാണ് കാണേണ്ട ഒരു കാര്യം. ശത്രുക്കൾ എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആൾക്കാരുമുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നുള്ള കള്ളക്കഥ പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടി ആവട്ടെ. ഇതെവിടെയും ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്നില്ല. 10 വരെ പിടിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്കൊരു മുസ്ലിം പേരുള്ള ഒരാളെ പിടിക്കട്ടെ, അതിലായിരിക്കും രാജ്യത്തെ മുഴുവൻ ഗോസായി ചാനലുകളുടെയും ആവേശം. ഇതിങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകും. ദൗസർ, ചിലരുടെയെങ്കിലും വായടപ്പിക്കാൻ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ് കാരണമായിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇതിപ്പോൾ നേരത്തെ ഈ DRDO എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. നമ്മുടെ ഡിഫൻസ് റിസർച്ചാണ് അവരുടെ ഇത്. അപ്പോൾ അതിൽ ഒരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ കർക്കശമായുള്ള സ്ക്രൂട്ടിനി കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് എടുക്കുകയുള്ളൂ. കഴിഞ്ഞ 3 വർഷത്തിനിടയിലും DRDOയിലെ 3 ഉദ്യോഗസ്ഥർ ചാരവൃത്തിക്ക് അറസ്റ്റിലായിട്ടുണ്ട്. ഒരാൾ നാഗ്പൂർ DRDOയിൽ, ഒരാൾ പൂനെ DRDOയിൽ, ഒരാൾ മറ്റേ ഒഡീഷയിലെ ബലസോർ DRDOയിൽ. അതിൽ പൂനെ DRDO എന്ന് അറസ്റ്റിലായിപ്പെട്ട പ്രദീപ് കരൽക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അയാൾ RSSകാരനാണ് എന്നാണ് വാർത്തകൾ വന്നുള്ളത്. RSS നിഷേധിച്ചിട്ടുണ്ട്. RSSന് പിന്നെ അംഗത്വ രജിസ്റ്റർ ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. കോൺഗ്രസ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇയാൾ RSSകാരനാണെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒന്നാമത് DRDOയിൽ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, DRDOയിൽ ജോലി കിട്ടണമെങ്കിൽ അത്രയും ഇതാണ് അയാൾ. അപ്പോൾ തുടർച്ചയായിട്ട് ഒരു 3 കൊല്ലത്തിന് 3 തവണ 3 വ്യത്യസ്ത DRDO ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ ചാരവൃത്തിക്ക് വേണ്ടി അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചു. എത്ര ഗുരുതരമാണ്. ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, ഇത്രയും കർക്കശമായ വ്യവസ്ഥകളോടെ ആളുകളെ ജോലിക്കെടുക്കുകയും സർവിലൻസിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ കാണുന്നത്, ഈയിടെ പിന്നെ കൊല്ലം ജില്ലയിലുള്ളൊരു മുസ്ലിം പെൺകുട്ടി DRDOയിൽ അവൾക്ക് ജോലി കിട്ടി. അപ്പോൾ അവൾ അത് അഭിനന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അവളുടെ പടമൊക്കെ വെച്ചിട്ട് പോസ്റ്റ് വന്നില്ല. അതിന് താഴെ വന്ന കമൻറ്റുകൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അത് ഈ ഇന്ത്യ-പാക് സംഘർഷം നടക്കുന്ന സമയത്താണ്. ഇത് ആർക്ക് വേണ്ടി പണിയെടുക്കാനാണ് അവിടെ പോകുന്നത്? ഈ മട്ടിലുള്ള, അപ്പോൾ പേയ്മെൻറ്റ് എവിടെ നിന്നായിരിക്കും? ഈ മട്ടിലുള്ള കമൻറ്റുകൾ ഞാൻ ഒരു 1 ആഴ്ച മുമ്പാണ് ഈ സംഭവം, ഇങ്ങനെയുള്ള കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉള്ള
നമ്മുടെ നാട്ടിൽ അങ്ങനെ മാനസികാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഗ്രോക്കിനോട് ഒരു പ്രോംപ്റ്റാണ്, സിംഗിൾ പ്രോംപ്റ്റ്, ഈയിടെ ഉണ്ടായിട്ടുള്ള ഇന്ത്യയിൽ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ചാരവൃത്തി കേസുകൾ പിടിക്കപ്പെട്ടവർ ഒരു ഇതും ഇല്ലാത്തൊരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, വളരെ ന്യൂട്രലായിട്ടുള്ളൊരു പ്രോംപ്റ്റ്. അടുത്തിടെ ചാരവൃത്തി കേസുകൾ പിടിക്കപ്പെട്ട ഇന്ത്യക്കാർ, ഇതാണ് പ്രോംപ്റ്റ്. അപ്പോൾ അവർ ലിസ്റ്റ് ചെയ്യുകയാണ്, ആ ലിസ്റ്റിൻ്റെ കൂടെ ബ്രാക്കറ്റിൽ മതം ചേർത്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ മതം ചേർത്ത് തന്നത്? എനിക്കിപ്പോൾ കണ്ടപ്പോൾ അത്ഭുതമായി. ഇങ്ങനെയുണ്ട്, ജ്യോതി മൽഹോത്ര ഹിന്ദു, ജാഫർ ഹുസൈൻ മുസ്ലിം, ദേവേന്ദ്ര സിംഗ് ധിലൻ സിഖ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഒരാൾ യുക്തിവാദി ആയിരിക്കും എന്നാണ് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. മതം അജ്ഞാതം, യുക്തിവാദി ആയിരിക്കും. പലക് ഷെർ മസിഹ് ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് ആ ലിസ്റ്റ് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ നോക്കൂ, പ്രോംപ്റ്റ് എന്താണ്? പിടിക്കപ്പെട്ട ഇന്ത്യക്കാർ എന്ന് മാത്രമാണ്. പക്ഷേ അവരൊന്നൊരു ലിസ്റ്റ് തരുമ്പോൾ ബ്രാക്കറ്റിൽ മതം ചേർത്തിരിക്കും. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ തന്നത്? ഇവർ പലതരം ഫീഡുകളിൽ നിന്ന്, സോഷ്യൽ മീഡിയ ഫീഡുകളിൽ നിന്ന്, പ്രധാനമായി എക്സ് ഫീഡുകളിൽ നിന്നൊക്കെയാണ് ഇവർ എക്സ്ട്രാക്ട് ചെയ്യുന്നത്, ഇൻഫർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അവിടെ കാര്യമായിട്ട് നടക്കുന്ന ഡിസ്കഷൻ ഇവരുടെ മതമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു ആൻസർ ഗ്രോക്ക് തരാൻ കാരണം. അപ്പോൾ അങ്ങനത്തെ ഒരു വികൃതമായ വഷളായ ഒരു അന്തരീക്ഷത്തിലേക്ക് രാജ്യം പോയിട്ടുണ്ട്. അങ്ങനെ പോകാനുള്ള കാരണം അത് നിഷാദ് നേരത്തെ പറഞ്ഞു. നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിച്ചാൽ, അല്ലെ മോഷണ കേസിൽ പിടിച്ചാൽ, ആ വാർത്തകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. അയാളുടെ നോക്കൂ, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളെ പിടിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളെ പിടിച്ചാൽ അതിനെ വേറെ നിലക്ക് സൈദ്ധാന്തികവൽക്കരിച്ച് അതൊരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക്, ജിഹാദിസം, നാർക്കോട്ടിക് ജിഹാദ്, ഇങ്ങനെയൊക്കെയുള്ള പല പേരുകളിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. ആ ഒരു കോണ്ടക്സിലാണ് ഈ പറഞ്ഞ എന്ത് മൽഹോത്രയാണ്, ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ് ഇങ്ങനെ ആളുകൾ കൗതുകം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചാരവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും പഴക്കമുള്ള തൊഴിലുകളിലൊന്നാണ് ചാരവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ പഴയ എപ്പിക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ രസകരമായ ചാരവൃത്തിയുടെ കഥകൾ വായിക്കാൻ പറ്റും. ഇനി ക്ലാസിക് നോവലുകൾ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യം എന്താണ്? പലതരം ചാരവൃത്തി, അതിൻ്റെ കൗണ്ടർ ചാരവൃത്തി, ഇതിൻ്റെ ഇത്തരം ത്രില്ലുകൾ എന്ന് പറഞ്ഞ നോവലുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. ലോകത്തെല്ലായിടത്തും ഉള്ളതാണ്. അതിന് ജാതിയും മതമൊന്നുമില്ല. പലതരം ഇപ്പോൾ ഇന്ത്യയിൽ നടന്ന പലതിലും ഉപയോഗിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് DRDO ചാരവൃത്തി കേസുകളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഹണി ട്രാപ്പിംഗ് ആണ്. സ്ത്രീകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ത്രീ, മദ്യം, പണം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പുറത്തുള്ളവൻ്റെ വിവരം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. അതെല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട്. എല്ലാ വിഭാഗം ആളുകളും അതിൽ പെടാറുണ്ട്. ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഫയർ വാൾസ് സെറ്റ് ചെയ്യുക, സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് പ്രൊഫഷണലായിട്ട് ആലോചിക്കേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമല്ല ചിന്താ വിഷയം. ഇതൊക്കെ നടക്കുമ്പോൾ എന്താവും, അവൻ്റെ മതം എന്താണ്, അത് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ. ഇപ്പോൾ തീവ്രവാദം വരുമ്പോൾ, ഇപ്പം പഹൽഗാം ഇതുണ്ടായപ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശയം, ഒരു വലിയൊരു സിദ്ധാന്തമായിട്ട്, അത് സംഘപരിവാർ മാത്രമല്ല കേട്ടോ, ഇടതുപക്ഷ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകൾ പോലും എന്താണ്, തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈ പഹൽഗാമിന് ശേഷം ഏറ്റവും കൂടുതൽ വന്ന ഒരു ആശയമാണത്. അതെന്താണ്? അപ്പം ഈ മലേഗാവ് ഉണ്ടായപ്പോൾ, പിന്നെ സംശോധന ഉണ്ടായപ്പോൾ, മക്ക മസ്ജിദ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ, നേരത്തെ നിഷാദ് പറഞ്ഞ ട്രെയിനിൽ വെടിവെപ്പ് ഉണ്ടായി, അപ്പോഴൊന്നും ഈ സിദ്ധാന്തം ഉണ്ടായില്ലല്ലോ. തീവ്രവാദത്തിന് മതമുണ്ട്, അത് ഇന്ന മതമാണ്, അത് നമ്മൾ തുറന്നു പറയണം, ഇങ്ങനെയാണ് പറഞ്ഞത്. നേരത്തെയുള്ള BJPയുടെ ഒരു മുദ്രാവാക്യമുണ്ട്, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അതിപ്പോൾ ഒന്ന് തിരിച്ചിട്ട്, എല്ലാ ഹിന്ദുക്കളും ചാരന്മാരല്ല, പക്ഷേ എല്ലാ ചാരന്മാരും ഹിന്ദുക്കളാണ് എന്നൊരു കോയിനേജ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് വിഡിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു തമാശ, ഇപ്പം ദിവ്യ നേരത്തെ പറഞ്ഞില്ലേ, ഇവള് കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട്, കേരളത്തിൽ വന്ന് വീഡിയോ ചെയ്തു. ഈ പഹൽഗാം ആക്രമണത്തിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, അയാൾ കേരളത്തിലും എത്തി എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ് കേരളത്തിലെ ചാനൽ ചെയ്ത് ഓർമ്മയുണ്ടോ? അതെന്താ സംഭവം? എന്തൊരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ എവിടെയോ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഹൽഗാം തീവ്രവാദിക്ക് കേരള ബന്ധം എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് സ്റ്റോറികൾ അടിച്ചില്ലേ. പക്ഷെ ഇതേ വാർത്തയിൽ തന്നെ ഉണ്ട്, ഇയാൾ MBA പഠിച്ചിരിക്കുന്നത് കർണാടകയിലാണ്. അതിവിടെ ഇല്ല. ഇയാൾ കാശ്മീരിൽ നിന്ന് കേരളത്തിലെത്തണമെങ്കിൽ ഇയാൾ കേരളത്തിലും എത്തിയെന്നുള്ള വാർത്ത.
കാശ്മീരിൽ നിന്ന് കേരളത്തിൽ നേരിട്ട് ഇങ്ങനെ എത്താൻ പറ്റില്ലല്ലോ, വേറെ എവിടെയൊക്കെയോ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ അതൊന്നുമില്ല, അതൊന്നും വാർത്തയല്ല. പക്ഷേ പഹൽഗാം ഇതുണ്ടായപ്പോൾ എന്താണ്, അതിനെ പെട്ടെന്ന് കേരളത്തെ ഒരു കാശ്മീരാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നത്. അതിനിടയിലാണ് ഇയാൾക്ക് കേരള ബന്ധം എന്നടിക്കുന്നത്. പക്ഷേ ഈ മൽഹോത്രക്ക് കേരള ബന്ധം ആരും അടിക്കുന്നില്ലല്ലോ. അതെന്താ അടിക്കാത്തത്? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത എന്താ കവിതാ മൽഹോത്ര, ജ്യോതി മൽഹോത്ര കേരളത്തിലും എത്തി. ആലപ്പുഴയിൽ പോവോ, ഈ അവിടുത്തെ ഈ ബോട്ട് റേസേഴ്സിൻ്റെ ബൈറ്റൊക്കെ എടുക്കുക. എത്ര മാതിരി ബ്രേക്കിംഗ് അടിക്കാൻ പറ്റും? ആരും അടിക്കണില്ലല്ലോ. അത്രേ